ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല നാടൻ രീതിയിലുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് എല്ലോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല കളർ കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് എത്രയും പെപ്പർ ആവശ്യമുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണിൽ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യം വേണ്ട ആ ഒരു മാരിനേഷനുള്ള മസാല. അപ്പോൾ കൂടെ ചേർത്ത് നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാൻ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, ഈ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുള്ള സവാള, ഒരു സവാളയുടെ പകുതി ഭാഗമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, അത് പേസ്റ്റായിട്ട് ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു കളറൊന്ന് ചെറുതായിട്ട് മാറി തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ ഇതുപോലെ ചെറുതായിട്ട് കുറച്ച് അനിയൻസിൻ്റെ കളറൊന്ന് ബ്രൗൺ ആയി തുടങ്ങും. ആ സമയത്ത് ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചിക്കൻ ആ ഒരു ഫ്രൈ ചെയ്തതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ താഴെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി വളരെയേറെ ശ്രദ്ധിക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് അത്രയും ഒഴിക്കേണ്ട ആവശ്യം വരില്ല. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചെടുത്ത് ഒരു അടപ്പ് വെച്ച് കവർ ചെയ്ത് ഇതിനൊരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് കൊടുക്കാം. അതിനിടയ്ക്ക് ഒന്നെടുത്ത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ താഴെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കിയിട്ട് ഈ ബാക്കിയുള്ള കറിയൊക്കെ ഒന്ന് കുറുക്കാൻ വേണ്ടി പോവാണ്. ഇത് ഏകദേശം ഒന്ന് നന്നായിട്ട് കുറുക്കി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എത്രമാത്രം ഡ്രൈ ആയിട്ട് വേണോ അത്രയും ഡ്രൈ ആയിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഇഷ്ടമുള്ള ആ ഒരു കൺസിസ്റ്റൻസി വരെ നമ്മളിതിനെ കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെയും പൊറോട്ടയൊക്കെ കൂടെയാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ കുറച്ചൊരു ഗ്രേവി പോലെ കുറച്ച് വെറ്റായിട്ടുള്ള ഒരു റോസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റ് നമ്മൾ ആ ഒരു ലോ ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് നന്നായിട്ട് കുറുക്കി ഇതുപോലെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ പോലെയുള്ള ആ ഒരു ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി ഈസി ആയിട്ടുള്ള ആ ഒരു ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.